ഇനി നമുക്ക് രണ്ടാമത് വേണ്ട സാധനം നമ്മുടെ നാരങ്ങയാണ്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള നാരങ്ങ. ഈ നാരങ്ങ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഏകദേശം 1-2 സ്പൂൺ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു സ്പോഞ്ച് എടുക്കാം. സാധാരണ സ്പോഞ്ച്. ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് നിങ്ങൾ ഈ സ്പോഞ്ചിൻ്റെ ഈ വശം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതല്ലാതെ ഈ വശം ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. ഈ വശം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ അതുകൊണ്ട് ഈ സ്പോഞ്ച് മാത്രം ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഈ ചട്ടിയുടെ അല്ലെങ്കിൽ ഈ പാനിൻ്റെ ഇതുപോലെ ശരിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അകത്തും സ്പ്രെഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് പുറത്തും സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അകത്താണ് ഇവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്ന ഇവിടെ ഈ ഒരു പോർഷനൂടെ ശരിക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ അല്പം കൂടി കോൾഗേറ്റ് എടുക്കുകയാണ്.